Hello, very good morning all. Welcome to the online classes on probability and random variables. Everything dealing with collection, processing, analysis and interpretation of numerical data belongs to the domain of statistics. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് പല രീതിയിലും നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ യൂസ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ പൊളിറ്റിക്സ്. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ കാലത്ത് ഇപ്പം നമുക്കറിയാം കാലയളവിൽ നമ്മുടെ എക്സിറ്റ് പോൾ അതൊരു പ്രഡിക്ഷനായിരുന്നു. ഇപ്പോൾ എക്സിറ്റ് പോൾ പ്രഡിക്ഷൻ പ്രകാരം അവർ പറഞ്ഞ പ്രഡിക്ഷൻ അനുസരിച്ച് നമ്മുടെ റിസൾട്ടുകൾ ശരിയായി വന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ സ്റ്റാറ്റിസ്റ്റിക്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് റിസർച്ച് ഫീൽഡിൽ സ്റ്റാറ്റിസ്റ്റിക്സ് വളരെയധികം നമുക്ക് ആവശ്യമുണ്ട്. കാരണം ഏതൊരു റിസർച്ചും അല്ലെങ്കിൽ സ്റ്റഡിയുടെ അവസാനം നമുക്കത് റിസൾട്ട് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ടൂൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് പല രീതിയിലുള്ള ടെസ്റ്റിംഗ് ഉണ്ടാകാം. ഫോർ എക്സാമ്പിൾ കൈ സ്ക്വയർ ടെസ്റ്റ്, ടി ടെസ്റ്റ്, പ്രൊസീജിയേഴ്സ്, ഇത്തരത്തിലുള്ള ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് ബേസിക്കലി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഇന്നെടുക്കാൻ പോകുന്ന ടോപ്പിക്കിൽ നമ്മൾ സാമ്പിൾ സ്പേസ് ഇവൻസിനെ കുറിച്ച് നമുക്ക് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ ലെറ്റ് us മൂവ് ഓൺ ടു ദി ക്ലാസ്. ആദ്യമായിട്ട് നമ്മളിത് ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ യൂട്യൂബ് ലൈവ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാൻ വേണ്ടി, യൂട്യൂബ് ലൈവ് എന്ന് പറയുന്നത് ഈ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് ലൈവിലാണ് സ്ട്രീം ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യം അനുസരിച്ച് ഞാൻ കുറച്ച് നേരത്തെ ഇത് ലൈവ് സ്ട്രീമിംഗ് തുടങ്ങി. എനിക്കൊരു യാത്രയുള്ളതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് നേരത്തെ സ്ട്രീം ചെയ്ത് തുടങ്ങി. പക്ഷേ നിങ്ങൾക്കിത് ലൈവിൽ കാണാൻ സാധിക്കും. ഇപ്പം ഇത് ഓൺലൈൻ ക്ലാസ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യണമെങ്കിൽ ഇതിനകത്തുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലൈവ് ചാറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ആ ലൈവ് ചാറ്റ് ഓപ്ഷൻസിലൂടെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഹാങ് ഔട്ട്സിൽ നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹാങ് ഔട്ട്സിലൂടെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ ഡൗട്ട്സൊക്കെ ചോദിക്കാം. പിന്നെ ഞാനൊരു യാത്രയിലായിരിക്കും, അതുകൊണ്ട് ലൈവ് ചാറ്റ് ചിലപ്പം നിങ്ങൾക്ക് ആ സമയത്ത് കിട്ടിയില്ല എന്ന് വരും. ഞാൻ 10 മണിയാണ് ക്ലാസ്സിൻ്റെ ടൈം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ ടൈമിൽ ചിലപ്പോൾ ലൈവ് ചാറ്റ് പോസിബിൾ ആവില്ല. അതിൽ ഹാങ് ഔട്ട്സിൽ നിങ്ങൾക്ക് എന്നോട് ചാറ്റ് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ ചാറ്റിന് റിപ്ലൈ പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ ഞാൻ ആ ചാറ്റിൽ നിങ്ങളുടെ ചാറ്റ് റിപ്ലൈ എന്താണോ അത് ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്ത് അത് വ്യൂ ചെയ്യാം. നിങ്ങൾക്ക് ഏത് സമയത്ത് എന്നോട് അതിൽ ഡൗട്ട് ചോദിക്കാം. ഈ ക്ലാസ് ടൈമിലല്ലാതെയും ഏത് സമയത്തും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഡൗട്ട്സ് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെ എന്തെങ്കിലും ഫീഡ്ബാക്കോ എന്നെ അറിയിക്കേണ്ടതായ എന്ത് കാര്യങ്ങളും അതിലറിയിക്കാം. ഇതൊരു വെർച്വൽ ക്ലാസ് റൂം എൻവയൺമെൻ്റ് ആണ്. അതായത് വെർച്വൽ ക്ലാസ് റൂം എൻവയൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ റിയൽ ക്ലാസ്സിൻ്റെ ഒരു ഫീല് നമുക്കിതിനകത്ത് കിട്ടുന്നുണ്ട്. സാധാരണ ഇപ്പം നമ്മളൊരു ബോർഡിൽ ടീച്ച് ചെയ്യുന്ന ബ്ലാക്ക് ബോർഡിൽ ടീച്ച് ചെയ്യുന്നത്, ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ഒരു വൈറ്റ് ബോർഡാണ്. വൈറ്റ് ബോർഡിലായിരിക്കും ഞാൻ നിങ്ങളെ ക്ലാസ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് കാര്യങ്ങൾ അവിടെ മനസ്സിലാകാൻ എളുപ്പമായിരിക്കും. പിന്നീട് അതിൽ തന്നെ അതിൻ്റെ സ്ലൈഡ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പം പ്രത്യേകിച്ച് ഈ ചെയ്യേണ്ട കാര്യം, ഈ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേണേൽ സ്ക്രിബിൾ നോട്ട്സ് എഴുതിയെടുക്കാം. നിങ്ങൾ എന്തെങ്കിലും നോട്ട്സ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഞാൻ പിന്നീടത് നിങ്ങൾക്ക് സ്ലൈഡ്സ് ആയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു സെക്കൻഡറി ഒരു ഇവാലുവേഷൻ, അത് ക്ലാസ് നമുക്കൊരു നിങ്ങളുടെ ഒരു ഇവാലുവേഷൻ, ക്ലാസ് ഇവാലുവേഷനായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു അസൈൻമെൻറ്റ് ഇടുന്നുണ്ടാവും ക്ലാസ്സിൻ്റെ അവസാനം. ആ അസൈൻമെൻറ്റ് നിങ്ങൾ സോൾവ് ചെയ്ത് ഞാനതിന് ടൈം നാളെയാണ്. നാളത്തെ നമ്മുടെ ക്ലാസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നാളെ തന്നെ അത് ഞാൻ ടൈംലി ആയിട്ടാണ്, അത് ടൈം റെസ്ട്രിക്റ്റഡ് ആണ്. നാളത്തെ ഒരു 10 മണി സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ അസൈൻമെൻറ്റ് പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങളെല്ലാവരും അത് ഇന്ന് തന്നെ കഴിയുന്നത് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഇനി സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ
നിങ്ങൾക്ക് എന്നോട് ഹാങ് ഔട്ടിൽ തന്നെ ചാറ്റ് ചെയ്യാം. എന്തെങ്കിലും ക്ലൂസോ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനത് കമൻറ്റ് ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം ഈ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു അസൈൻമെൻറ്റാണ്, ഒരു പ്രോബ്ലമാണ് ഞാൻ തരുന്നത്. നിങ്ങൾക്കത് തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും. സോ ലെറ്റ് us മൂവ് ഓൺ ടു ദി ക്ലാസ്. So, in the study of probability, there are basically three kinds of questions. What do we do? What do we mean when we say that the probability of an event is say 0.50 or 0.02 or 0.81? How are the numbers we call probabilities determined or measured in actual practice? What are the mathematical rules which probabilities obey? പ്രോബബിലിറ്റി എന്ന് പറയുന്ന അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ വാട്ട് ഈസ് മെൻ ബൈ പ്രോബബിലിറ്റി എന്നുള്ളത്, പ്രോബബിലിറ്റി ഏത് രീതിയിലുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. So here three kinds of things. So one is what do we mean when we say that the probability of an event is say 0.50, 0.02 or 0.81. അപ്പം നമുക്കറിയാം നമ്മൾ സാമ്പിൾ സ്പേസിൽ ഒരു ഇവൻറ്റ് എന്ന് പറയുന്നത് സേ ഫോർ എക്സാമ്പിൾ അതിനൊരു ന്യൂമറിക്കൽ വാല്യൂ ഞാൻ കൊടുത്തിട്ടുണ്ട് 0.50, 0.02, 0.81. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അപ്പോൾ അവിടെ ഒരു സാമ്പിൾ സ്പേസിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന സർട്ടൻ ന്യൂമറിക്കൽ വാല്യൂസ് ആണ്. അപ്പോൾ ആ ന്യൂമറിക്കൽ വാല്യൂസിൽ നിന്നും നമുക്ക് ചില കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കും. സോ വിച്ച് ആക്ച്വലി മീൻസ് ദി പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ്. ദെൻ സെക്കൻഡ്ലി, ഹൗ ആർ ദി നമ്പേഴ്സ് വി കോൾ പ്രോബബിലിറ്റീസ് ഡിറ്റർമിൻഡ് ഓർ മെഷേർഡ് ഇൻ ആക്ച്വൽ പ്രാക്ടീസ്? യഥാർത്ഥത്തിൽ പ്രാക്ടിക്കൽ ഒരു പ്രോബ്ലം നമ്മൾ കിട്ടുന്ന സമയത്ത് അവിടെ എങ്ങനെയാണ് ഈ നമ്പേഴ്സ് നമ്മൾ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ആ നമ്പേഴ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് പ്രോബബിലിറ്റീസ് ഡിറ്റർമിൻ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് അടുത്തത്. ദെൻ വാട്ട് ആർ ദി മാത്തമാറ്റിക്കൽ റൂൾസ് വിച്ച് പ്രോബബിലിറ്റീസ് ഒബേ? അപ്പോൾ എന്തൊക്കെ മാത്തമാറ്റിക്കൽ റൂൾസാണ് ഇവിടെ പ്രോബബിലിറ്റീസ് ഒബേ ചെയ്യുന്നതെന്നുള്ളതും ഇതിൽ ബേസിക്കലി നമുക്ക് പ്രോബബിലിറ്റിയുടെ ത്രീ കൈൻഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസിൽ പെടുന്ന കാര്യങ്ങൾ. സോ ബിഫോർ മൂവിങ് ടു ദ ഡീറ്റെയിൽസ്, സേ വി ക്യാൻ സീ വാട്ട് ഈസ് മെൻ ബൈ പ്രോബബിലിറ്റി. Probability allows us to quantify the variability in the outcome of any experiment whose exact outcome cannot be predicted with certainty. ഇവിടെ നമുക്ക് ഒരു എക്സ്പെരിമെൻ്റ് ആകാം. It can be certain experiment and we have to predict the outcome of the experiment. അപ്പോൾ ഇവിടെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് that can be related with some kind of say measurement or it can be some events. അപ്പോൾ അത്തരത്തിൽ ആ രീതിയിലുള്ള ഈവൻറ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന എക്സ്പെരിമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഔട്ട്കം പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഇവിടെ പ്രോബബിലിറ്റിയുടെ ഉപയോഗം എന്ന് പറയുന്നത്. However, before we can introduce probability, it is necessary to specify the space of outcomes and events on which it is defined. അപ്പോൾ ഇവിടെ സ്പേസ് ഓഫ് ഔട്ട്കം എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഇവൻറ്റ്സ് എന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഇറ്റ് ഹാസ് ടു ബി ഡിഫൈൻഡ്. ഇപ്പോൾ സാധാരണ നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയും. അപ്പോൾ ഈ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നതും ഇവൻറ്റ്സ് എന്ന് പറയുന്നതും പ്രോബബിലിറ്റിയിൽ എന്താണ് മീൻ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സോ ഇവിടെ പ്രോബബിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ഈ സ്പേസ് ഓഫ് ഔട്ട്കംസും അതുപോലെ ഇവൻറ്റ്സും എന്താണെന്നുള്ളത് നമുക്ക് ഡിഫൈൻ ചെയ്യാം.
In statistics, a set of all possible outcomes of an experiment is called sample space. ഇപ്പോൾ സാമ്പിൾ സ്പേസ് ഇവിടെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് an experiment. Okay. Owing to the fact that it usually consists of all things that can happen when one takes a sample. ഇവിടെ നമ്മൾ ഒരു സാമ്പിൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ സംഭവിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സഹായിക്കും. അപ്പം ആ രീതിയിലാണ് നമ്മളിവിടെ സാമ്പിൾ സ്പേസും അതുപോലെ ആ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, അതുപോലെ സാമ്പിൾസ് എന്ന് പറയുന്നത് എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളത്. സാമ്പിൾ സ്പേസസ് ആർ യൂഷ്വലി ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ എസ്. സോ ഇവിടെ എസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ എസ് എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻ എക്സ്പെരിമെൻറ്റ് മേ കൺസിസ്റ്റ് ഓഫ് the simple process of noting whether a switch is turned on or off, or it may consist of the complicated process of finding the mass of an electron. ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പെരിമെൻ്റ് ഇവിടെയാണ് വരുന്നത്. സോ ഇവിടെ നമ്മൾ ചിലപ്പോൾ എക്സ്പെരിമെൻറ്റിൽ കണ്ടുപിടിക്കാൻ പോകുന്നത് മാസ് ഓഫ് എൻ ഇലക്ട്രോൺ ആണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കാര്യമാകാം, അതൊരു എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കം ആകാം, ഇല്ലെങ്കിൽ ഒരു ഇവൻ്റ് ആകാം, സച്ച് ആസ് turning a switch on or off. Thus, the outcome of an experiment may be a simple choice between two alternatives. It may be the result of a direct measurement or count, or it may be an answer obtained after extensive measurements and calculations. ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത്, സർട്ടൻ എക്സ്പെരിമെൻറ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു, ആ എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് it is a simple choice between the two alternatives, and it may be the result of a direct measurement or count, or it may be the answer obtained after an extensive measurement or calculations. Okay, so if a government agency must decide where to locate two new computer research facilities, and that it is of interest to indicate how many of them will be located in Texas and how many in California, we can write the sample space as S is equal to a set of 00, 10, 01, 20, 11, 02. ഇപ്പോൾ നമുക്കിതിനൊരു സർട്ടൺ എക്സാമ്പിൾ എന്ന് പറയാൻ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ നമുക്കൊരു എക്സാമ്പിൾ ഇവിടെ കൺസിഡർ ചെയ്യാം. സോ ഇവിടെ ഒരു ഗവൺമെൻറ് ഏജൻസി എന്താ ചെയ്തിരിക്കുന്നത്? ഇറ്റ്സ് കണ്ടക്ടിങ് എ സ്റ്റഡി ആൻഡ് ഇറ്റ് മസ്റ്റ് ഡിസൈഡ് വെയർ ടു ലൊക്കേറ്റ് ടു ന്യൂ കമ്പ്യൂട്ടർ റിസർച്ച് ഫെസിലിറ്റീസ്. അപ്പോൾ ഇവിടെ ടെക്സസും കാലിഫോർണിയ എന്ന് പറയുന്ന രണ്ട് സ്ഥലങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ റിസർച്ച് ഫെസിലിറ്റീസ് എവിടെ നമുക്ക് കൊടുക്കണമെന്നാണ്, ഗവൺമെൻറ് എങ്ങനെയാണ് ഇത് സ്റ്റഡി നടത്തുന്നത്, എവിടെയൊക്കെ ഇത് കൊടുക്കണമെന്നുള്ളതാണ്. സോ ടു ലൊക്കേറ്റ് ടു ന്യൂ കമ്പ്യൂട്ടർ റിസർച്ച് ഫെസിലിറ്റീസ്. അപ്പോൾ രണ്ട് കമ്പ്യൂട്ടർ റിസർച്ച് ഫെസിലിറ്റീസ്, രണ്ട് പുതിയ കമ്പ്യൂട്ടർ റിസർച്ച് ഫെസിലിറ്റീസ് ടെക്സസിലും കാലിഫോർണിയയിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ദെൻ ഇറ്റ് ഈസ് ഓഫ് ഇൻട്രസ്റ്റ് ടു ഇൻഡിക്കേറ്റ് ഹൗ മെനി ഓഫ് ദം വിൽ ബി ലൊക്കേറ്റഡ് ഇൻ ടെക്സസ് ആൻഡ് ഹൗ മെനി ഇൻ കാലിഫോർണിയ. ഇപ്പോൾ ഇവിടെ ടെക്സസിൽ എത്ര റിസർച്ച് ഫെസിലിറ്റി കൊടുക്കണം, അതുപോലെ കാലിഫോർണിയയിൽ എത്ര റിസർച്ച് ഫെസിലിറ്റി കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ പുതിയ രണ്ട് റിസർച്ച് ഫെസിലിറ്റികൾ ടെക്സസിലും കാലിഫോർണിയയിലും ഏതൊക്കെ സ്ഥലത്ത് കൊടുക്കണമെന്നുള്ളതാണ്. ആ ലൊക്കേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വിത്തിൻ ടെക്സാസ് ആൻഡ് വിത്തിൻ കാലിഫോർണിയ. സോ ദ ക്യാൻ ബി ഡിനോട്ടഡ് ബൈ എ സാമ്പിൾ സ്പേസ് എസ്, വേർ എസ് ഡിനോട്ട്സ് ദി സാമ്പിൾ സ്പേസ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് 0, 0, 1, 0, 0, 1, 2, 0, 1, 1, 0, 2. So these are actually the coordinate or the values of the coordinates, and we can graphically depict this or show this and how this can be distributed between Texas and California. So here where
the first coordinate is the number. ഇവിടെ ഫസ്റ്റ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്, ഫസ്റ്റ് കോർഡിനേറ്റ്. എല്ലാത്തിൻ്റെയും ഫസ്റ്റ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഇവിടെ കാണാം. ഈ ഫസ്റ്റ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്? is the number of research facilities that will be located in Texas, and the second coordinate is the number that will be located in California. ഇവിടെ രണ്ടാമത് കാണുന്നത് ഈ ഇവൻ്റ് എന്ന് പറയുന്നത് ഇതിൽ കാണുന്നത് രണ്ടാമത് കാണുന്ന കോർഡിനേറ്റ് എന്താണത്? ദാറ്റ് ഈസ് ദ നമ്പർ ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ കാലിഫോർണിയ. സോ ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദി നമ്പർ of research facilities that is located in Texas, and the second one here എല്ലാത്തിലും second number എന്ന് പറയുന്നത് it is the second coordinate or the number that will be located in California. അപ്പോൾ ഫസ്റ്റ് വാല്യൂ ടെക്സസ്, സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്നത് കാലിഫോർണിയ. അവിടെ ഏതൊക്കെ സ്ഥലത്ത് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കും എന്നുള്ളതാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ 1 2 3 4 5 6, ഇപ്പോൾ ഇത്ര 6 പോയിൻറ്റ്സ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഈ 6 പോയിൻറ്റ്സിനെ നമുക്കൊരു ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. Geometrically, this sample space may be pictured as shown here in this figure, from which it is apparent that, for example, that in 2 of the 6 possibilities, Texas and California will get equally many of the new research facilities. ഇവിടെ നമുക്ക് ഇതാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഈ സാമ്പിൾ സ്പേസിൽ ഈ കാണുന്ന വാല്യൂസ്, കോർഡിനേറ്റ് വാല്യൂസിനനുസരിച്ച് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ടെക്സാസും കാലിഫോർണിയയിലും ഏതൊക്കെ ലൊക്കേഷൻസ് അല്ലെങ്കിൽ എത്രത്തോളം ഈ റിസർച്ച് ഫെസിലിറ്റീസ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. സോ ദിസ് ഗ്രാഫ് ഷോസ് എ സാമ്പിൾ സ്പേസ് ഫോർ the number of new computer research facilities located in California, Texas and California. അപ്പോൾ നമുക്കിവിടെ എക്സ് ആക്സിസിൽ ടെക്സാസും വൈ ആക്സിസിൽ കാലിഫോർണിയ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കോർഡിനേറ്റ് വാല്യൂസ് ഇടുമ്പോൾ ഒറിജിൻ എന്ന് പറയുന്നത് ഇവിടെ 0 0 ആണ്. ഒറിജിൻ ഇസ് 0 0. ദെൻ ഇവിടെ എക്സ് ആക്സിസിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് വൈ ആക്സിസിൽ വാല്യൂ 0 ആണ്. എക്സ് ആക്സിസിൽ ഈ ഒരു പോയിന്റിന് നമുക്ക് ദ വാല്യൂ ഇസ് 1. സിൻസ് വൈ ആക്സിസ് ഇസ് 0, we can take that as 1, 0. കുറച്ചുകൂടെ റൈറ്റിലേക്ക് മൂവ് ചെയ്താൽ വി ഗെറ്റ് എ പോയിന്റ് വിച്ച് ഇസ് 2, 0. ഇപ്പോൾ ഇവിടെ എക്സ് ആക്സിസിൽ 3 പോയിൻറ്റ്സ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഒന്ന് ഒറിജിനിൽ, ദാറ്റ് ഈസ് ബോത്ത് എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് ആർ 0, വിച്ച് ഇസ് 0, 0. ദെൻ സംവെയർ ഇൻ ദ മിഡിൽ വേർ ദി വാല്യൂ ഓഫ് എക്സ് കോർഡിനേറ്റ് ഇസ് 1 ആൻഡ് ദി വാല്യൂ ഓഫ് വൈ കോർഡിനേറ്റ് ഇസ് 0, ഈ ഒരു പോയിന്റ്. ദെൻ ഹിയർ last one here 2, 0. So towards the last we can take a value on the x-axis which is 2, and the y-axis or the coordinate is 0, 2, 0. കുറച്ചുകൂടെ നമുക്ക് y ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്താൽ ഇവിടെ ഒരു മിഡിലായിട്ട് we can have the first value that is along this axis where the x coordinate is 0 and y coordinate is 1. ഏകദേശം മിഡിലായിട്ട് y coordinate y axis വാല്യൂ 1 എന്ന് എടുക്കാം. സോ ദറ്റ് ഈസ് 0, 1 ആൻഡ് ടുവേർഡ്സ് ദ മിഡിൽ വി ക്യാൻ ഹാവ് ബോത്ത്, രണ്ടിൻ്റെയും മിഡിലാണ്, എക്സ് ആക്സിസും വൈ ആക്സിസിൻ്റെ മിഡിലാണ്. സോ യു ക്യാൻ ടേക്ക് ദാറ്റ് ആസ് 1, 1. ദെൻ ടുവേർഡ്സ് ദ ടോപ്പ് ഓഫ് ദ വൈ ആക്സിസ് along the y axis, so where the x coordinate value is 0 and the y coordinate value is 2. So 0, 2. ഇതൊരു സാമ്പിൾ സ്പേസ് ആണ്. ഇവിടെ ഉള്ള ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഈ ഇവൻറ്റ്സ് എന്നുള്ളത് നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും, എവിടെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ സ്ഥലങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന കാലിഫോർണിയയും ടെക്സസ് എന്ന് പറയുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ എവിടെയൊക്കെയാണ് ഈ പറയുന്ന ഫെസിലിറ്റീസ്, കമ്പ്യൂട്ടർ റിസർച്ച് ഫെസിലിറ്റീസ് എത്രത്തോളമാണ് കാലിഫോർണിയയിലും ടെക്സസിലുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, the use of the points rather than the letters or numbers has the advantage that makes it clear to visualize the various possibilities. ഇപ്പോൾ ഇവിടെ നമുക്ക് പോയിൻറ്റ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ മറ്റ് ലെറ്റേഴ്സ് ഇല്ല. ഇവിടെ നമുക്ക് ഈ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് പിക്ചോറിയലാണ്. ഇവിടെ ഗ്രാഫിക്കലായിട്ട് നമ്മളിത് വരയ്ക്കുന്ന സമയത്ത് ഇത് പിക്ചോറിയലായതുകൊണ്ട് നമുക്കിവിടെ ഈ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിരിക്കുന്നതനുസരിച്ച്
നമുക്ക് വളരെ ക്ലിയർ ആയിട്ടൊരു പിക്ചർ കിട്ടുന്നുണ്ട് എങ്ങനെയാണ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. സോ it makes it clear to visualize the various possibilities. In general, a sample space is said to be discrete if it has finitely many or a countable infinity of elements. ഇവിടെ ജനറലൈസ് ചെയ്യാനായിട്ട് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കാണുന്ന ഈ പറയുന്ന എക്സ് വൈ പ്ലെയിൻ എന്ന് പറയുന്നത് ദി എക്സ് വൈ പ്ലെയിൻ ഈസ് ആക്ച്വലി എ സാമ്പിൾ സ്പേസ് ആൻഡ് വെയർ വി ക്യാൻ സീ ദ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, so here a sample space is said to be discrete if it has finitely many or a countable infinity of elements. അപ്പോൾ ഇവിടെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ ഫൈനൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും, അത് പോയിൻറ്റ്സ് ആണ്. ഇപ്പോൾ ഈ ഉദാഹരണത്തിന് ഈ ഗ്രാഫിൽ എന്ന് പറയുന്നത് ഇത് ഓരോ പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ ഫൈനൈറ്റ് വാല്യൂസ് ആണ് അല്ലേ, ഫൈനൈറ്റ് വാല്യൂസ് ആവാം, അല്ലെങ്കിൽ ഇവിടെ ഇൻഫിനിറ്റി ഓഫ് എലമെൻസിൽ നമുക്ക് അവിടെ ഒരു ഫൈനൈറ്റ് വാല്യൂ കിട്ടുന്നതിന് ഒരു കൗണ്ടബിൾ വാല്യൂ അഥവാ ഫൈനൈറ്റ് വാല്യൂ കാണിക്കാൻ കഴിയും. അത്തരത്തിലാണെങ്കിൽ നമ്മൾ ആ സാമ്പിൾ സ്പേസിനെ ഡിസ്ക്രീറ്റ് എന്ന് വിളിക്കാം. കാരണം ഇവിടെ ഇതൊരു കണ്ടിന്യൂസ് വാല്യൂ അല്ല, ഈ ഗ്രാഫിൽ നമ്മൾ കാണുന്ന ഒരു കണ്ടിന്യൂസ് വാല്യൂ അല്ല. ഇവിടെ നമുക്ക് ഓരോ ഈ സ്പേസിൽ സാമ്പിൾ സ്പേസിൽ ഓരോ ഡിസ്ക്രീറ്റ് പോയിൻറ്റ്സ് ആണ് നമ്മളിവിടെ ഈ കാണുന്നത്. If the elements or points of a sample space constitute a continuum, for example, all of the points on a line, all the points on a line segment, or all the points on a plane, the sample space is said to be continuous. ഇപ്പോൾ ഇത്തരത്തിലായിരിക്കണമെന്നില്ല, ചില കേസിൽ കണ്ടിന്യൂസ് കർവോ അല്ല അങ്ങനെയുള്ള ഗ്രാഫ് നമ്മൾ സാധാരണ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ബാർ ഡയഗ്രാം അതുപോലെ കേർവ്സ് ആകാം. അത്തരത്തിലുള്ള കേസിൽ ഇപ്പം ബാർ ഡയഗ്രാംസിലും നമുക്ക് ഡിസ്ക്രീറ്റ് വാല്യൂസ് കിട്ടും, പക്ഷേ അതേസമയം ഒരു കേർവ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഒരു ഗ്രാഫിൽ എന്തെങ്കിലും ഒരു കേർവ് ആണെങ്കിൽ ആ കേർവിൽ ഒരു കണ്ടിന്യൂസ് വാല്യൂസ് ആയിരിക്കും, ഇറ്റ്സ് എ കണ്ടിന്യൂം ഓഫ് വാല്യൂസ്. അപ്പോൾ അത്തരത്തിൽ അത് കിട്ടുന്ന ആ രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഡിസ്ക്രീറ്റ് അല്ല നമുക്ക് പറയാം. ഓക്കെ, സോ we can say that if the elements or points of a sample space constitute a continuum, there is a continuous values. For example, all the points on a line segment, ഇപ്പോൾ ഒരു ലൈൻ സെഗ്മെൻറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ലൈൻ സെഗ്മെൻറ്റിലുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള വാല്യൂസ് എല്ലാ വാല്യൂസും ഇപ്പോൾ ഇവിടെ തുടക്കത്തിൽ ഇവിടെ നിന്ന് ഇനീഷ്യൽ വാല്യൂ ഇവിടെ നെക്സ്റ്റ് വാല്യൂ അങ്ങനെ കണ്ടിന്യൂസ് ഓൾ ദി പോയിൻറ്റ്സ് ഓൺ ദി ലൈൻ, ഓർ ഇറ്റ് ക്യാൻ ബി എ ലൈൻ സെഗ്മെൻറ്റ്, ഓർ ഇറ്റ് ക്യാൻ ബി എ പ്ലെയിൻ. ഒരു പ്ലെയിനിലുള്ള എല്ലാ പോയിൻറ്റ്സ് ഡിസ്ക്രീറ്റ് അല്ല, ഇറ്റ് മീൻസ് കണ്ടിന്യൂസ് വാല്യൂസ് ഓർ ഓൾ ദി പോയിൻറ്റ്സ് ഓൺ ദ പ്ലെയിൻ. ആ രീതിയിൽ എല്ലാ പോയിൻറ്റ്സും കൺസിഡർ ചെയ്താൽ നമുക്ക് എന്ത് പറയാം, ഇറ്റ് കൺസ്റ്റിറ്റ്യൂട്ട്സ് എ കണ്ടിന്യൂം ആൻഡ് ദി സാമ്പിൾ സ്പേസ് ഈസ് സെഡ് ടു ബി കണ്ടിന്യൂസ്. സാമ്പിൾ സ്പേസിനെ എന്തെന്ന് വിളിക്കാം, കണ്ടിന്യൂസ്. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്തൂടെ, സാമ്പിൾ സ്പേസിനെ ഒന്നെങ്കിൽ ഡിസ്ക്രീറ്റ് എന്ന് വിളിക്കാം, അല്ലെ സാമ്പിൾ സ്പേസിനെ കണ്ടിന്യൂസ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ എക്സാമ്പിൾ ഗ്രാഫിൽ നമ്മളിവിടെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ആണ്, കാരണം ഡിസ്ക്രീറ്റ് പോയിൻറ്റ്സ് ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതേസമയം ഈ പ്ലെയിനിൽ തന്നെ എല്ലാ പോയിൻറ്റ്സും, ഈ എക്സ് വൈ പ്ലെയിനിൽ എല്ലാ പോയിൻറ്റ്സും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ the entire set, the points if you are considering, we get a continuum of values അല്ലേ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കണ്ടിന്യൂം ആകാം, സാമ്പിൾ സ്പേസിൽ കിട്ടുന്ന വാല്യൂസ് ക്യാൻ constitute a continuous values or continuum as an example. So in statistics, any subset of a sample space is called an event. ഇപ്പോൾ ഇവിടെ സാമ്പിൾ സ്പേസിലെ ഒരു സബ്സെറ്റിനെ നമുക്ക് ഇവൻ്റ് എന്ന് വിളിക്കാം. ഇപ്പോൾ ഇവൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് സാമ്പിൾ സ്പേസിലുള്ള ഒരു സബ്സെറ്റ് ആണ്. ആ സബ്സെറ്റ് ഓഫ് എ സാമ്പിൾ സ്പേസിനെയാണ് നമ്മളിവിടെ ഇവൻ്റ് എന്ന് വിളിക്കുന്നത്. കാരണം ഇവിടെ കാണിക്കുന്ന ഈ വാല്യൂസ് തന്നെ, ഉദാഹരണത്തിന് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു സെറ്റ് ആകാം, ഈ രണ്ട് വാല്യൂസാണ്. സോ ദിസ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ആൻ ഇവൻറ്റ്, അല്ലെങ്കിൽ ഈ മൂന്ന് വാല്യൂസ് ആകാം, ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് അനദർ ഇവൻറ്റ്, അല്ലെങ്കിൽ ഇതാകാം, that constitutes another event. So by using some criteria we can select the points and it should be a subset. The point should be subset in the set. അപ്പോൾ ഹോൾ സെറ്റ് അല്ലെ എൻറ്റയർ സെറ്റിലെ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ആണ് ഇവിടെ സബ്സെറ്റ് എന്ന് പറയുന്നത്.
So that subset is called an event. So any subset of a sample space is called an event. By subset, we mean any part of a set, including the whole set, and trivially a set is called the empty set and denoted by phi. ഇപ്പോൾ ചിലപ്പം empty values ആയിരിക്കും. Subset contains an empty set or it doesn't contain any value. Such a set is called as an empty set and can be denoted by phi. So which means it has no elements at all. So an empty set or denoted by phi, it means that the event has no elements. അത്തരത്തിൽ നമുക്കൊരു എംപ്റ്റി സെറ്റും ആകാം. അപ്പോൾ ഇവിടെ ഒന്നെങ്കിൽ ഹോൾ സെറ്റ് ആയിട്ട് ആകാം, അല്ലെങ്കിൽ അതിൻ്റെ സബ്സെറ്റിൽ നമ്പർ ഓഫ് വാല്യൂസ് ആകാം, ഇല്ലെങ്കിൽ അവിടെ നോ വാല്യൂസ്, അത് നൾ വാല്യൂസ്. സോ വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ എൻ എംപ്റ്റി സെറ്റ് ഓർ ഫൈ. സോ ഇറ്റ് ഹാസ് നോ എലമെൻറ്റ്സ് അറ്റ് ഓൾ. ഇപ്പോൾ ഇവിടെ നമുക്ക് ഓരോന്നും ഓരോ എലമെൻ്റ് എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് ഇവിടെ ഈ സാമ്പിൾ എടുക്കുന്ന സമയത്ത് ഇതെല്ലാം വാല്യൂസ് ആണ് അല്ലേ, ഇതൊക്കെ ഓരോ എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇങ്ങനെയാകാം, ഇത് എൻറ്റയർ വാല്യൂസ് കൺസിഡർ ചെയ്യാം, ഇല്ലെങ്കിൽ ഇതിൽ സർട്ടൻ വാല്യൂസ് നമുക്ക് സെലക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഇതിൽ ഒരു വാല്യൂം നമ്മൾ സെലക്ട് ചെയ്യാതെ ഇരിക്കാം. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ആ രീതിയിൽ നമുക്ക് അതിനെ ഇവൻ്റ് എന്ന് പറയാം. ഓക്കെ. സോ ഇൻ ദി ഫിഗർ 1 we have C is equal to 1, 0, 0, 1. So ഇവിടെ C is the set 1, 0, 0, 1. അപ്പോൾ ഈ 1, 0, 0, 1 എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് നമ്മുടെ ഗ്രാഫിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ 1, 0 then 0, 1 ഈ രണ്ട് വാല്യൂ 1, 0 and 0, 1. അപ്പോൾ ഇറ്റ്സ് എ സെലക്റ്റീവ് വാല്യൂ. ഓക്കെ, ഞാൻ എൻറ്റയർ വാല്യൂ എടുക്കുന്നതിനും വി ഹാവ് ടേക്കൻ ജസ്റ്റ് C is equal to 1, 0 and 0, 1. So is the event that between Texas and California we get one of the two research facilities. അപ്പോൾ ഇവിടെ രണ്ട് റിസർച്ച് ഫെസിലിറ്റീസും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടേണ്ടത് രണ്ട് റിസർച്ച് ഫെസിലിറ്റീസ് അനുവദിച്ചാൽ നമുക്ക് കിട്ടേണ്ടത് 1, 1 എന്നുള്ള വാല്യൂ ആയിരിക്കും അല്ലേ. അപ്പം ഇവിടെ ഒരു റിസർച്ച് ഫെസിലിറ്റി വീതം നമുക്ക് ടെക്സസിലും കാലിഫോർണിയയിലും കൊടുത്തു എന്നുള്ളതാണ് 1, 0യും 0, 1 കൊണ്ടും മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് D is equal to 0, 0 set of 0, 0, 0, 1, 0, 2. സോ ഇവിടെ ഇറ്റ് മീൻസ് ഇവിടെ ഗ്രാഫിലേക്ക് പോയാൽ 0, 0, 0, 1 and 0, 2. 0, 0, 0, 1 and 0, 2 ഈ സെറ്റ് ഓഫ് വാല്യൂസ് ഈ കാണുന്ന ഈ 3 പോയിൻറ്റ്സ്. ഓക്കെ, സോ വാട്ട് ഡസ് ദാറ്റ് മീൻ? എന്താണ് അത് ഉദ്ദേശിക്കുന്നത് അവിടെ? It is the event that Texas will not get either of the two research facilities. ഇവിടെ നമുക്ക് കാണാം ഈ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ബിലോങ്സ് ടു ടെക്സസ്, ഇവിടെ സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ബിലോങ്സ് ടു കാലിഫോർണിയ. അപ്പോൾ ഇവിടെ 3 കേസിലും ഈ 3 ഇവൻറ്റിലും ഇവിടെ നമുക്ക് 0, 0, 0 എന്നാണ് കാണുന്നത്. സോ അതുകൊണ്ട് ഇവിടെ ടെക്സസിൽ ഈ റിസർച്ച് ഫെസിലിറ്റി ഈ രണ്ട് റിസർച്ച് ഫെസിലിറ്റി കിട്ടില്ല എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ കഴിയും. ദെൻ നെക്സ്റ്റ് E is equal to 0, 0, 1, 1 is the event that Texas and California will get equally many of the facilities. നമുക്ക് ജസ്റ്റ് ഗ്രാഫിലേക്ക് പോവാം. ഇവിടെ പറയുന്നത് E is equal to set of 0, 0, 1, 1. അതേതാണ് 0, 0 and 1, 1 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഇതാണ് 0, 0 and 1, 1 ഈ രണ്ട് വാല്യൂസ്. ഓക്കെ, സോ വിച്ച് മീൻസ് is the event that Texas and California will get equally many of the facilities. ഇവിടെ ആദ്യത്തെ കേസിൽ 0, 0 എന്ന് മീൻ ചെയ്താൽ ഫെസിലിറ്റീസ് ഒന്നും കിട്ടിയില്ല, അപ്പോഴും ഈക്വലാണ്. ടെക്സസിനും കാലിഫോർണിയയിലും അവിടെ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ഈക്വലാണ്, ഒന്നും കിട്ടിയില്ല, അത് ദേ ആർ ഈക്വൽ ഓർ നിൽ, രണ്ടിലും കിട്ടിയില്ല. ഇവിടെ രണ്ടാമത്തെ ഇവനിൽ 1, 1 വിച്ച് മീൻസ് ടെക്സസ് ആൻഡ് കാലിഫോർണിയ ഹാസ് ഗോട്ട് 1 ഈച്ച്, ഓരോ റിസർച്ച് ഫെസിലിറ്റി വിധം അവിടെ കിട്ടി. ഓക്കെ, സോ നോട്ട് ദാറ്റ് ദ ഇവൻറ്റ്സ് C and E have no elements in common,
they are mutually exclusive events. ഇവിടെ ഈ ഡെഫിനിഷനിൽ പറയുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിയും ഇയും, അതായത് ഈ പറയുന്ന രണ്ട് ഇവൻറ്റ് സിയും ഇയും ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ് ആണ് എന്ന് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുക? കാരണം ഇവിടെ കാണുന്ന സെറ്റിൽ 1,0യും 0,1ഉം ആണ്. അതേസമയം ഇതിൽ ഡിഫറൻറ്റ് വാല്യൂ ആണ്, 0,0യും 1,1ഉം ആണ്. അപ്പോൾ ഇത് രണ്ടിലും കോമൺ ആയിട്ടുള്ള വാല്യൂ ഇല്ല. So therefore we can say that they are mutually exclusive events. So in many probability problems we are interested in events which can be expressed in terms of two or more events by forming unions, intersections and complements. നമുക്ക് പ്രോബബിലിറ്റിയിൽ ഇങ്ങനെ പ്രോബ്ലംസ് വരാം. അതായത് we are interested in some events which can be expressed in terms of two or more events. അവിടെ യൂണിയൻസ് ആകാം, ഇൻ്റർസെക്ഷൻസ് ആകാം, കോംപ്ലിമെൻറ്റ്സ് ആകാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ തന്നിരിക്കുന്ന സെറ്റിൽ സിയും ഡിയും ഇയിലും ഇതിൽ കോമൺ വാല്യൂസ് ഉണ്ടാകും. സിയിലും ഡിയിലും കോമൺ ആയിട്ടുള്ള വാല്യൂ വരാം. ഫോർ എക്സാമ്പിൾ ഇവിടെ കാണാം സിയിൽ 0,1 ഉണ്ട്, ഡിയിലും 0,1 ഉണ്ട്. ഓക്കെ, ഇത് കോമൺ ആണ്. ദെൻ ഇവിടെ സിയും ഇയും തമ്മിൽ നോക്കിയാൽ ഇവിടെ കോമൺ ആയിട്ടൊന്നും കാണാനില്ല. ഓക്കെ, ഇനി ഇവിടെ ഡിയും ഇയും തമ്മിൽ നോക്കിയാൽ ഇവിടെ കോമൺ ആയിട്ടുള്ള വാല്യൂസ് കാണാം, 0,0, ഇവിടെയും 0,0. ഓക്കെ, ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? ഈ മൂന്ന് ഇപ്പോൾ സി ഡി ഇ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാം? ഇവിടെ വി ക്യാൻ ഫോം ഇൻ മെനി പ്രോബിലിറ്റി പ്രോബ്ലംസ് വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഇവൻറ്റ്സ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ടു ഓർ മോർ ഇവൻറ്റ്സ് ബൈ ഫോമിങ് യൂണിയൻസ്, ഇൻ്റർസെക്ഷൻസ് ആൻഡ് കോംപ്ലിമെൻറ്റ്സ്. അപ്പോൾ അത്തരത്തിൽ യൂണിയൻസ്, കോമൺ ആയിട്ടുള്ള വാല്യൂസ് അവിടെ ഉണ്ടാകുന്ന സമയത്ത് നമുക്കവിടെ യൂണിയൻസ് പോസിബിളാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ആ രീതിയിൽ നമുക്ക് ഇവൻറ്റ്സിനെ നമുക്ക് കാണിക്കാൻ കഴിയും. Okay, so let us see how we can do this. So let us briefly review that if A and B are any two sets in a sample space S, their union A union B is a subset of S that contains all elements that are either in A, in B or in both. അപ്പോൾ ഇവിടെ എ യൂണിയൻ ബി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സബ്സെറ്റ് ഓഫ് എസ്. സോ എസ് എന്ന് പറയുന്ന ഒരു സാമ്പിൾ സ്പേസ് ആണ്. അപ്പോൾ ഈ സാമ്പിൾ സ്പേസിലെ ഒരു സബ്സെറ്റാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ഇവിടെ എ യൂണിയൻ ബി. സോ വാട്ട് ഈസ് എ യൂണിയൻ ബി മീൻസ്? ഇറ്റ്സ് എ സബ്സെറ്റ് ഓഫ് എസ് ദാറ്റ് കണ്ടെയ്ൻസ് ഓൾ എലമെൻറ്റ്സ് ദാറ്റ് ആർ ഐദർ ഇൻ എ ഓർ ഇൻ ബി ഓർ ഇൻ ബോത്ത്. അപ്പോൾ എയിലെ വാല്യൂ ആകാം, ബിയിലെ വാല്യൂ ആകാം, അതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള വാല്യൂ ആകാം. അതാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ദർ ഇൻ്റർസെക്ഷൻ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ദ സബ്സെറ്റ് ഓഫ് എസ് ദാറ്റ് കണ്ടെയ്ൻസ് ഓൾ എലമെൻറ്റ്സ് ദാറ്റ് ആർ ഇൻ ബോത്ത് എ ആൻഡ് ബി. അതായത് എയിൽ ഉള്ള വാല്യൂ ബിയിലും കൂടെ വേണം. അങ്ങനെ എടുക്കുന്ന ആ ഒരു സബ്സെറ്റിനെയാണ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ കേസിൽ എ യൂണിയൻ ബി പറയുന്ന സമയത്ത് എയിലുണ്ടാകാം, ബിയിലുണ്ടാകാം, ഇല്ല രണ്ടിലും ഉണ്ടാകാം, ഒരുമിച്ചുണ്ടാകാം. അതേസമയം എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എയിലും ബിയിലും ഒരുമിച്ചുണ്ടാകണം. സോ ദർ ഇൻ്റർസെക്ഷൻ എ ഇൻ്റർസെക്ഷൻ ബി is the subset of S that contains all elements that are both in A and B, and the A complement of A is a subset of S that contains all the elements of S that are not in A. അപ്പോൾ ഇവിടെ A complement എന്ന് പറയുന്നത് എന്തായിരിക്കും? A എന്ന് പറയുന്ന ഇവിടെ A എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ഇറ്റ്സ് എ സബ്സെറ്റ് ഓഫ് എസ് എന്ന് പറയുന്ന സാമ്പിൾ സ്പേസിലൊരു സബ്സെറ്റാണ് എ എന്ന് പറയുന്നത്. ഇനി എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് ദി എലമെൻറ്റ്സ് ദാറ്റ് ആർ നോട്ട് പ്രസൻറ്റ് ഇൻ എ. അപ്പോൾ ഓൾ ദി എലമെൻറ്റ്സ് വിച്ച് ആർ നോട്ട് പ്രസൻറ്റ് ഇൻ എ കോൺസ്റ്റിറ്റ്യൂട്ട് എ കോംപ്ലിമെൻറ്റ്. ഓക്കെ, സോ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിളുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഇന്നത്തെ അസൈൻമെൻറ്റ് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. So this is your assignment.
Okay, so we can submit it by tomorrow 10 o'clock. അപ്പോൾ ഇന്ന് എല്ലാവരും ഇത് ചെയ്യുക, വർക്ക് ചെയ്യുക. സോ യു ക്യാൻ സബ്മിറ്റ് ഇറ്റ് ബിഫോർ 10 o'clock tomorrow morning. Okay, so this due date ഇന്ന് 18th, നാളെ 19th 6 21 ടൈം 10 AM. ഓക്കെ, ഇനി നമുക്ക് എന്താണ്, ഞാൻ ജസ്റ്റ് ഇത് ഒന്ന് നിങ്ങൾക്ക് ചെയ്യേണ്ട ടാസ്ക് ഞാൻ ഇവിടെ ഇടാം. സോ വിത്ത് റെഫറൻസ് നേരത്തെ എടുത്ത ഗ്രാഫിനെ ബേസ് ചെയ്തിട്ടാണ്. വിത്ത് റെഫറൻസ് ടു ദ സാമ്പിൾ സ്പേസ് ഓഫ് ഫിഗർ 1. ഫിഗർ 1 ഞാൻ നേരത്തെ വരച്ചിരുന്നു. അപ്പോൾ ഈ ഗ്രാഫാണ് ഉദ്ദേശിക്കുന്നത്, ഫിഗർ 1 എന്ന് പറയുന്നത്. ഈ ഗ്രാഫാണ് ഫിഗർ 1 എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. Figure 1. With reference to the sample space of figure 1 and the events C, D and E. Events നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. So the values you can take here. C is equal to 1 0 0 1, D is equal to 0 0 0 1 0 2, E is equal to 0 0 1 1. Just defined list the outcomes comprising each of the following events, and also express the events in words. Okay, അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ടതൊന്നും വായിക്കാം. വിത്ത് റെഫറൻസ് ടു ദ സാമ്പിൾ സ്പേസ് ഓഫ് ഫിഗർ 1. ഫിഗർ 1 നിങ്ങൾ റെഫർ ചെയ്യുക, നേരത്തെ കാണിച്ച. ആൻഡ് ദ ഇവൻറ്റ് C, D ആൻഡ് E, നേരത്തെ കാണിച്ചിട്ടുള്ള സാമ്പിൾ സ്പേസ്. അപ്പം അതിൻ്റെ ഇവൻറ്റ്സ് അവിടെ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഡിഫൈൻ ലിസ്റ്റ് ദി ഔട്ട്കംസ് കംപ്രൈസിങ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഇവൻറ്റ്സ് ആൻഡ് ഓൾസോ. ഇപ്പം ഞാൻ താഴെ തരുന്ന 3 കണ്ടീഷൻ ഉണ്ട്. ആ 3 ഇവൻറ്റ്സ് എന്തൊക്കെയാണ്, അത് എന്താണെന്നുള്ളത് നിങ്ങളവിടെ സോൾവ് ചെയ്യണം. So the events will be given and you have to write, you have to express what is the interpretation. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്കം എന്താണെന്നുള്ളത് എഴുതണം. ഓക്കെ, സോ എന്താണ് ഇവൻറ്റ്സ് എന്നുള്ളത്. സോ ഫസ്റ്റ് കേസ് ദറ്റ് ഈസ് A. C union
E. So find out C union E. Then next you have to write C intersection D. C intersection D. Then you have to find third one D complement. ഇപ്പോൾ ഇത് മൂന്നും കണ്ടുപിടിക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്താണ്? ഇപ്പോൾ ഈ ഇവൻറ്റ്സ് CD എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഫെസിലിറ്റി, കമ്പ്യൂട്ടർ ഫെസിലിറ്റിയെ പറ്റിയിട്ടുള്ള ആ ഒരു പ്രോബ്ലം ആയിരുന്നു, അതിൻ്റെ എക്സാമ്പിളായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഇവിടെ C യൂണിയൻ E കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്, കിട്ടുന്ന വാല്യൂ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക, അതെന്താണ് അതിൽ നിന്നുള്ള ഇൻഫറൻസ്, അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്താ, അതിൻ്റെ ഇൻഫറൻസ് എന്താണെന്നുള്ളത് C യൂണിയൻ E. അടുത്തത് C ഇൻ്റർസെക്ഷൻ ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കുക, അതിൻ്റെ ഇൻഫറൻസ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. ദെൻ ഡി കോംപ്ലിമെൻറ്റ്, അതിൻ്റെ ഇൻഫറൻസ് എന്താണെന്നുള്ളതും കണ്ടുപിടിക്കുക. അത് വേർഡ്സിലും കൂടെ എഴുതുക, എന്താണ് അതിൻ്റെ ഇൻഫറൻസ് എന്നുള്ള വേർഡ്സിലും എഴുതുക. വാല്യൂസ് കണ്ടുപിടിക്കുക, അതിൻ്റെ വേർഡ്സിൽ അതിൻ്റെ എന്താണ് അത് എക്സ്പ്രസ് ചെയ്യുന്നതെന്നുള്ളത്, ഇപ്പോൾ എന്താണ് അതിൻ്റെ ഇൻഫറൻസ് എന്നുള്ളത്, എക്സ്പ്രസ് ചെയ്യുന്നത് എന്താണെന്നുള്ളത് ഒന്ന് വേർഡ്സിലും കൂടെ എഴുതി നിങ്ങൾ A4 ഷീറ്റിൽ ഈ ഇത് സോൾവ് ചെയ്ത് ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ആ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പേപ്പറിലായിരിക്കണം A4 ഷീറ്റിൽ എഴുതിയിട്ടുണ്ടാവണം. ആ A4 ഷീറ്റിലുള്ള ഒന്നെങ്കിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത്, ഫോട്ടോ അവിടെ നിന്ന് തന്നെ ആപ്ലിക്കേഷൻ തന്നെയുണ്ട്, വേറെ ഫോട്ടോ എടുക്കേണ്ട ആവശ്യമില്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഫോട്ടോ എടുക്കാം, ഇല്ലെങ്കിൽ അതിൽ തന്നെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിനുള്ള ഓപ്ഷൻസ് അവിടെ കിട്ടും. അതായത് സ്കാൻ ചെയ്ത് കയറ്റാനോ, അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് കയറ്റാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഡ്യൂ ഡേറ്റ് നാളെയാണ്, 10 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾക്കത് സബ്മിറ്റ് ചെയ്യാം. Okay, I hope this is clear. If you have any doubts regarding the classes, you can ask the questions. You can ask the questions on Hangouts. YouTube ലൈവ് സെഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലൈവിലും നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം. സോ ഇപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയൊരു യാത്രയായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പുറത്തേക്ക് പോകാനുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത ടൈമിൽ എനിക്ക് ഈ ഇത് കണ്ടക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് യൂട്യൂബ് ലൈവ് ചാറ്റിൽ ഞാൻ അവൈലബിൾ ആയിരിക്കില്ല. പക്ഷേ ഞാൻ നമ്മളെ ഗൂഗിൾ ഹാങ്ഔട്ട്സിൽ നിങ്ങൾക്ക് എന്നോട് ചാറ്റ് ചെയ്യാം, ഞാൻ റെസ്പോണ്ട് ചെയ്യും. കൂടാതെ നിങ്ങൾ അറ്റൻഡൻസ് കൂടെ ഞാൻ എടുക്കുന്നത് ഓട്ടോമേറ്റഡ് അറ്റൻഡൻസ് ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാനതിലൊരു ലിങ്ക് ഷെയർ ചെയ്യും. അതൊരു ഗൂഗിൾ മീറ്റിൽ ഉള്ളൊരു ലിങ്കാണ്. ഏകദേശം ഒരു 10 മണിയാകുമ്പോൾ നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്യും. അപ്പോൾ അതിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് പിന്നെ ജസ്റ്റ് നിങ്ങളൊന്ന് കയറുക. ഒരു 5 മിനിറ്റോ 2-3 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങളവിടെ ഓൾറെഡി പ്രസൻ്റായി എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ആയിക്കോട്ടെ, ഒരു 5 മിനിറ്റ് നിങ്ങളുടെ പ്രസൻസ് അവിടെ ഗൂഗിൾ മീറ്റിലുണ്ടായിക്കോട്ടെ. അതിനുശേഷം നിങ്ങൾക്കത് ലീവ് ചെയ്യാം, മീറ്റ് ലീവ് ചെയ്യാം. അത് 5 മിനിറ്റ് തികച്ച് വേണമെന്നില്ല, 3 മിനിറ്റ് ആണെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അതിലേക്ക് സൈൻ ഇൻ ചെയ്യുക, മീറ്റിലേക്ക് കയറുക, ലിങ്ക് ഉപയോഗിച്ച് കയറുക. അതിനുശേഷം നിങ്ങൾ 2-3 മിനിറ്റ് നിങ്ങൾക്ക് അത് വിടാം. ഇവിടെ എന്താ വെച്ചാൽ ഈ ഗൂഗിൾ മീറ്റ് നമ്മൾ ഒരുപാട് നേരം എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം ഡേറ്റ ഒരുപാട് കൺസ്യൂം ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ 2-3 മിനിറ്റ് മതി എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ യൂട്യൂബിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അത്ര പ്രശ്നമില്ല. യൂട്യൂബ് ലൈവിൽ നിങ്ങൾക്ക് ഇത് എൻ്റെ ക്ലാസ് കാണാനായിട്ട് ഡേറ്റ ചാർജസ് വളരെ കുറവായിരിക്കും, ഡേറ്റ അധികം ആവശ്യം ഉണ്ടാവില്ല. കാരണം അതിനകത്ത് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മളൊരു 640x480 റെസൊല്യൂഷനിൽ വെച്ചാലും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഞാൻ ബോർഡിൽ എഴുതുന്നത് എല്ലാ കാര്യങ്ങളും അവിടെ ക്ലിയറായി നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് അത് മാത്രമല്ല, ഇതൊരു കംപ്രസ്ഡ് ആയിട്ടാണ്, നമ്മുടെ വീഡിയോ ഫോമാറ്റ് കംപ്രസ്ഡ് ആയതുകൊണ്ട് ഡേറ്റ ചാർജസ് അധികം നിങ്ങൾക്ക് വരാൻ സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ സാധാരണ യൂട്യൂബ് വീഡിയോസ് നിങ്ങളെല്ലാവരും കാണാറുള്ളതാണ്. ആ രീതിയിലുള്ള ചാർജുകൾ മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ, വേറെ അഡീഷണൽ കോസ്റ്റൊന്നും നിങ്ങൾക്ക് വരില്ല. So everybody watch the video and share your feedback, and if you want any clarification or suggestions, if you have, you can post it on Hangouts, and I'll be happy to answer your questions. Thank you all. Bye, see you in the next class.